നേരത്തെ കോടതി പറഞ്ഞല്ലോ ദേവസ്വം കമ്മീഷണറുടെ ഉൾപ്പെടെ ഇടപെടലിൽ ദുരൂഹത എന്ന് പറഞ്ഞു. ഏതൊക്കെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇന്ന് കോടതിയുടെ വിമർശനം ഉണ്ടായത്? അക്കാര്യം ഇതിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ ഇടപെടലുകൾ അടിമുടി ദുരൂഹതയുണ്ട്. മറ്റൊന്ന് ദേവസ്വം കമ്മീഷണറുടെ നടപടികളാണ്. ദേവസ്വം കമ്മീഷണറാണ് ഈ സ്വർണം ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ കൈമാറണമെന്ന നിർദ്ദേശം നൽകുന്നത്. അങ്ങനെ ഒരു സ്വർണം കൈമാറണമെന്ന നിർദ്ദേശം നൽകുന്നതിൽ ദുരൂഹതയുണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല എക്സിക്യൂട്ടീവ് ഓഫീസർ ഇക്കാര്യത്തിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി. അതിൽ ദുരൂഹതയുണ്ട്. അതായത് ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത്തരം നടപടിക്രമങ്ങളെല്ലാം നടന്നത്. അതിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ പങ്കുണ്ട്. അങ്ങനെ ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ളയാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിനുമേലാണ് ഈ സ്വർണ്ണ കവർച്ചയിൽ കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഇടക്കാല ഉത്തരവ് കൂടി ഇന്ന് പുറപ്പെടുവിക്കുന്നത്. എന്തായാലും SITയെ സംബന്ധിച്ച് സ്വർണ്ണക്കൊള്ള നടന്നോ എന്നതിൽ സംശയമില്ല. നടന്ന സ്വർണ്ണക്കൊള്ളയിൽ ആരൊക്കെയാണ് പങ്കെടുത്തത്, എത്ര ആഴത്തിലുള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്, ഏത് കാലഘട്ടത്തിൽ ഏതെല്ലാം രീതിയിലാണ് ഈ കുറ്റകൃത്യം നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ അന്വേഷണ സംഘം പരിശോധിക്കേണ്ടത്. റഹീസ് റഷീദ്, ഇപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇനി ബാക്കിയാകുന്നത്? ഉത്തരം കിട്ടേണ്ടതിൽ ഏറ്റവും പ്രധാനം ആ 59 പവൻ സ്വർണം അതെവിടെ എന്നതാണ്. മാത്രമല്ല കോടതി ഇന്ന് ഉയർത്തിയ ദുരൂഹതകൾ, അതിലൊക്കെ തന്നെയും ഉത്തരം കണ്ടെത്തുക എന്നതാണ് SITയുടെ പ്രാഥമികമായ ഉത്തരവാദിത്തമല്ലേ? വിനിത, നമുക്ക് ആ 59 പവനിലേക്ക് പോവുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉദ്യോഗസ്ഥരും ചേർന്ന് എല്ലാം രേഖകളാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നുവെന്ന് ആദ്യം മുതൽ നോക്കുമ്പോൾ മനസ്സിലാകും. അതായത് സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളിയാക്കി അളവ് തൂക്കമെടുക്കേണ്ടയാൾ വരില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ രേഖകളിലാക്കി. അതുപോലെ തന്നെ ഈ 59 പവനും കൂടി രേഖകളാക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റായിരുന്ന N വാസുവിന് ഒരു ഇമെയിൽ അയക്കുന്നത്. ദ്വാരപാലക ശില്പത്തിൽ പൂശിയ സ്വർണത്തിന്റെ ബാക്കി ഒരു പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അനുമതി ചോദിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി N വാസുവിന് ഇമെയിൽ അയക്കുന്നത്. ഈ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി മാറ്റിയിട്ട് അതുകൂടി രേഖകളിലാക്കാനായിരുന്നു എന്നതാണ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ നിന്ന് നമ്മൾ ഈ കേസിന്റെ ആദ്യം മുതൽ നോക്കുന്ന ആളെന്ന നിലയിൽ, അല്ലെങ്കിൽ ആ കേസിന്റെ നടപടിക്രമങ്ങൾ നോക്കുന്ന ആളെന്ന നിലയിൽ മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ 59 പവൻ കൂടി രേഖകളിലാക്കി സുതാര്യമാക്കി ഏതെങ്കിലും കാര്യത്ത് ഒരു അന്വേഷണം വരുമ്പോൾ ആ സ്വർണം ഈ രീതിയിൽ പോയി അതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അനുമതി കിട്ടി എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു നീക്കം. അതായത് കളവ് നടത്തുമ്പോൾ നമ്മൾ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കക്കാൻ അറിയാവുന്നവന് നിൽക്കാനും അറിയാമെന്ന് പറയുന്നത് പോലെ കളവ് നടത്തുന്നതിനൊപ്പം അത് രേഖകളിലാക്കി ഒരു കാലത്തും പിടിക്കപ്പെടാതിരിക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അന്നത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ദേവസ്വം കമ്മീഷണറും തിരുവാഭരണ കമ്മീഷണറും അസിസ്റ്റന്റ് AEയും അടക്കമുള്ള ആളുകൾ ചെയ്തതെന്നാണ് ഈ കേസിന്റെ ഫയലുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അന്നത്തെ തന്ത്രി രാജീവ് കണ്ഠരര് കൈപ്പടയിൽ എഴുതി കൊടുത്തത് സ്വർണം പൂശിയ ചെമ്പ് പാളി കൊണ്ടുപോകാനുള്ള അനുമതിയാണ്. പക്ഷേ അത് ഫയലിൽ വന്നപ്പോൾ സ്വർണം പൂശിയ എന്ന ഭാഗമേ ഇല്ല. ചെമ്പ് പാളി കൊണ്ടുപോകാൻ തന്ത്രിയും അനുമതി നൽകി എന്നെഴുതി. അതിനുശേഷമുള്ള എല്ലാ ഫയലിലും സ്വർണം എന്ന വാക്കില്ലാതെ ചെമ്പുപാളി എന്ന് പറഞ്ഞു മാറ്റി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ മറ്റൊരാൾ കൂടി പ്രതിക്കൂട്ടിലേക്ക് വരുന്നുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളയാളാണ്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, A പത്മകുമാറാണ്. കാരണം ഈ വിവാദം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ഞങ്ങൾ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് സ്വർണ്ണപ്പാളികളല്ല, ചെമ്പ് പൂശിയ ദ്വാരപാലക ശില്പത്തിന്റെ പാളികളാണെന്ന് മാധ്യമങ്ങളുടെ മൈക്കിന് മുന്നിൽ വന്ന് A പത്മകുമാർ പറഞ്ഞിരുന്നു. പക്ഷെ കോടതി അതിൽ കൃത്യമായി പറയുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശത്ത് സന്നിധാനത്ത് നിന്ന് കൊടുത്തു വിട്ടത് സ്വർണം പൂശിയ പാളികൾ തന്നെയായിരുന്നു. ആ പാളിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം ചെന്നൈയിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റ് എന്തിനങ്ങനെ പറഞ്ഞു? സ്വാഭാവികമായും
സ്വർണ്ണപ്പാളിയാണ് എന്ന് പ്രസിഡന്റ് അറിയാതിരിക്കാൻ ഒരു വഴിയുമില്ലല്ലോ. എന്നിട്ടും അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ കൊടുത്തുവിട്ടത് ചെമ്പുപാളി എന്ന് പറഞ്ഞു. സ്വാഭാവികമായും SIT ഇത് അന്വേഷിക്കുമ്പോൾ ഈ കാര്യങ്ങളടക്കം അന്വേഷിക്കുമായിരിക്കും. ഇനി അറിയേണ്ടത് ഈ 59 പവൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തു ചെയ്തു എന്നതാണ് ഒന്നാമത് അറിയേണ്ടത്. രണ്ടാമത് എവിടെയാണ് കൊണ്ടുപോയിട്ടാണ് സ്വർണം ചെമ്പിൽ നിന്ന് സ്വർണം പോറ്റി വേർതിരിച്ചെടുത്തത്? അപ്പോൾ എത്ര കിലോ അല്ലെങ്കിൽ എത്ര പവൻ സ്വർണം ഉണ്ടായിരുന്നു? ആ സ്വർണത്തിന്റെ ഒരു ഭാഗമാണോ സ്മാർട്ട് ക്രിയേഷന് കൊടുത്ത് സ്വർണം പൂശിയതിനു ശേഷം ബാക്കി 59 പവൻ എടുത്തത് എന്നതറിയണം. അതായത് ഇതിന്റെ ഒരു നിഗൂഢത ഒന്ന് നോക്കണം. 14 പാളിയിൽ സ്വർണം പൂശിയപ്പോൾ ആകെ ഉണ്ടായിരുന്നത് 49.5 പവനാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശിയതിനു ശേഷം സ്മാർട്ട് ക്രിയേഷൻ തിരിച്ചു കൊടുത്തത് 59 പവനാണ്. അപ്പോൾ വിജയ് മല്യ സ്വർണം ക്ലാഡ് ചെയ്ത സ്വർണം പിടിപ്പിച്ചത് 150 പവനോളം ഉണ്ടാകുമെന്ന് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അന്ന് പറഞ്ഞത് 100% ശരിവെക്കുന്നതാണ് കോടതി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. അതായത് കൃത്യമായ ഗൂഢാലോചന തുടക്കം മുതൽ നടന്നു. അതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് കോടതി സംശയത്തിന് അതീതമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഒരുപക്ഷെ ഉത്തരവിറങ്ങുമ്പോൾ ഇനിയും കൂടുതൽ ഉദ്യോഗസ്ഥരുടെ പേരും അവരുടെ ഇടപെടലും സംശയനിലയിൽ കോടതി നിർത്തിയിട്ടുണ്ടാകും എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. കാരണം ദേവസ്വം കമ്മീഷണറും എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരുകൾ വന്നെങ്കിൽ ഈ ഫയൽ ഓപ്പൺ ചെയ്തത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവാണ്. സ്വാഭാവികമായും ഓപ്പൺ ചെയ്ത ആളും ഇതിനിടയിൽ സംശയനിലയിലേക്ക് വരും. അത് ഉത്തരവിറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാകൂ. പക്ഷേ ഒരു ചോദ്യത്തിന് പലരുടെയും സംശയത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു. അന്ന് കൊണ്ടുപോയത് സ്വർണ്ണപ്പാളി തന്നെയാണ്. ഉദ്യോഗസ്ഥരും ഭരണ നേതൃത്വവും പറയുന്നത് പോലെ അത് ചെമ്പുപാളിയല്ല. ആ സ്വർണ്ണപ്പാളി വിറ്റ് ഇനി അതിൻ്റെ അകത്ത് മറ്റൊരു സാധ്യത, സ്വർണ്ണപ്പാളി പൂർണ്ണമായും ഈ സ്മാർട്ട് ക്രിയേഷൻ തിരിച്ചു കൊടുത്ത സ്വർണ്ണപ്പാളി പൂർണ്ണമായും നേരത്തെ പ്രതിപക്ഷ നേതാവൊക്കെ ആരോപിച്ചതുപോലെ സ്വർണ്ണത്തിന്റെ വിലയല്ല, സന്നിധാനത്തിരുന്ന് മാറേണ്ടതുണ്ട്.